അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാ ഞാനൊരു കൊച്ചു കഥ പറയാം. ബദർ, ഇതിഹാസങ്ങളുടെ ഒരു രണഭൂമി. ആയുധങ്ങളുടെ ഉങ്ങാം ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. ചിൽ ചിൽ ചിൽ. ഇരുസൈന്യവും തയ്യാറായി കഴിഞ്ഞു. ഇരുസൈന്യവും എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് മുസ്ലിം സൈന്യവും മറുവശത്ത് അമുസ്ലിം സൈന്യവും. മുസ്ലിം സൈന്യത്തിൻ്റെ നേതാവാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി എന്ത് ചെയ്തു എന്ന എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി അണികളുടെ സ്വഫ് ശരിയാക്കി. അപ്പോൾ അണികളുടെ സ്വഫ് ശരിയാക്കുന്ന സമയമായിരുന്നു അത്. എല്ലാവരും സ്വഫ് ശരിയായി നിന്നു. പക്ഷേ ഒരാൾ മാത്രം സ്വഫ് തെറ്റിച്ച് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കി, ആരാണത്? അപ്പോൾ കണ്ടതോ നമ്മുടെ സവാദർ റളിയല്ലാഹു അൻഹുവിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു എന്നോ? വടിയെടുത്ത് സവാദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉദരത്തിൽ ഒറ്റ തട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫ് ശരിയായി നിൽക്കാൻ കൽപ്പിച്ചു. സവാദർ റളിയല്ലാഹു അൻഹുവിനെ അല്പം വേദനിച്ചു. സവാദർ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പറഞ്ഞു, നബിയെ, അങ്ങ് എൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരം വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണം. എൻ്റെ നബിയോട് പ്രതികാരം ചെയ്യാനോ? സ്വഹാബികൾ ഉത്കണ്ഠരായി. അപ്പോൾ നമ്മളെ ശാന്തരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സവാദർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ വെച്ച് പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. സവാദർ റളിയല്ലാഹു അൻഹുവിന് അപ്പോഴും പരാതി തന്നെ പരാതി. നബിയെ, അങ്ങ് എൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരത്തിൽ വസ്ത്രം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ അങ്ങയുടെ ഉദരത്തിൽ നിന്നും വസ്ത്രം നീക്കണം. എന്ത്? നബിയുടെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കാനോ? സ്വഹാബികൾ മുഖം ചുവന്നു തുറുത്തു. കൂട്ടത്തിൽ ഖേമനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകൾ വാളിലേക്ക് കൊതിച്ചു. അപ്പോൾ നമ്മുടെ ശാന്തരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കി. സവാദർ റളിയല്ലാഹു അൻഹു സ്വയം പറഞ്ഞു, നാഥാ, ഞാൻ എന്തൊരു പാപിയാണ്. നബിയോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് തോന്നിയല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനത്തോടെ ചുംബനം. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സവാദ്, എന്താണിത്? എന്താണ് ഈ കാണിക്കുന്നത്? നബിയെ, അങ്ങയെ ചുംബിക്കാനോ എനിക്ക് അവസരം കിട്ടാറില്ല. അതുകൊണ്ട് ചെയ്തതാണ് നബിയെ, എന്നോട് പൊറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തി സവാദർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ രംഗം കണ്ട സ്വഹാബികൾ ശാന്തരായി. നോക്കൂ കൂട്ടുകാരെ, സ്വഹാബികൾ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. അതുപോലെ നമുക്കും നമ്മുടെ മുത്ത് നബിയെ സ്നേഹിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.